ज्योतिर्बिंदु गुणों के सिंधु ज्योतिर्बिंदु गुणों के सिंधु ज्योतिर्बिंदु गुणों के सिंधु ज्योतिर्बिंदु गुणों के सिंधु तेरी याद में सुख है घने रे मेरे बाबा बाबा मेरे बाबा बाबा मेरे ज्ञान के सागर प्रेम के सागर 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 तू परमानंद बिखेरे मेरे बाबा बाबा मेरे बाबा बाबा मेरे के हो प्यारे सबसे हो न्यारे सबके हो प्यारे सबसे हो न्यारे सबके हो प्यारे सबसे हो न्यारे प्राणों के प्राण मेरे मेरे बाबा बाबा मेरे बाबा बाबा मेरे सबका तू साथी सबका सहारा 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 सब आसरे हैं तेरे मेरे बाबा बाबा मेरे बाबा बाबा मेरे तुम सुख देते दुख हर लेते 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 तुम प्यार के करते उजेरे मेरे बाबा बाबा मेरे बाबा बाबा मेरे जीवन नैया का तू ही खिवैया 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 पतवार हवाले तेरे मेरे बाबा बाबा मेरे बाबा
पिता हो बंधु सखा हो मात पिता हो बंधु सखा हो संबंध तुम्हीं से मेरे बाबा बाबा मेरे बाबा बाबा मेरे अपना बनाया गले से लगाया 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 कह करके बच्चे मेरे मेरे बाबा बाबा मेरे बाबा बाबा मेरे
ഓം ശാന്തി. ശാന്തസുന്ദരമായ ഈ സായം സന്ധ്യയിൽ ഞാൻ എൻ്റെ മനസ്സിനെ ബാഹ്യമായ എല്ലാ കാര്യവ്യവഹാരങ്ങളിൽ നിന്നും വേർപെടുത്തുകയാണ്. സ്വയത്തിലേക്ക് ഏകാഗ്രമാക്കി മാറ്റുകയാണ്. ഞാൻ എന്നെ തന്നെ വീക്ഷിക്കുകയാണ്. എൻ്റെ ശരീരം പഞ്ചതത്വങ്ങളെ കൊണ്ട് നിർമ്മിക്കപ്പെട്ടതാണ്. അസ്ഥിയും മജ്ജയും മാംസവുമടങ്ങിയ ഒരു കൂടാരമാണ് എൻ്റെ ശരീരം. ഇത് നശിക്കുന്നതാണ്. എന്നാൽ ഈ ശരീരത്തെ മുഴുവൻ പ്രവർത്തിപ്പിക്കുന്ന ചൈതന്യ ശക്തിയായ ആത്മാവാകുന്നു ഞാൻ. അമരനും അവിനാശിയുമായ ആത്മീയ ഊർജമാണ് ഞാൻ. ഇരു പുരുകങ്ങൾക്കും മധ്യേ സ്ഥിതി ചെയ്തുകൊണ്ട് മുഴുവൻ ശരീരമാകുന്ന വാഹനത്തെ നിയന്ത്രിക്കുന്ന ഡ്രൈവറാണ് ഞാൻ ആത്മാ. ശരീരമാകുന്ന ക്ഷേത്രത്തിൽ മൂർത്തിയെ പോലെ വിരാജിതനായിരിക്കുന്ന ചൈതന്യമൂർത്തിയാകുന്നു ഞാൻ ആത്മാ. ഞാൻ സത്യമാണ്, നിത്യമാണ്. ശാന്തിയുടെ വെളിച്ചമായി ഇരുപുരുകങ്ങൾക്കും മധ്യേ സ്ഥിതി ചെയ്തുകൊണ്ട് ശാന്തിയുടെ ശുദ്ധ തരംഗങ്ങൾ ഞാൻ എനിക്കു ചുറ്റും പ്രസരിപ്പിക്കുകയാണ്. സമ്പൂർണമായും ശ്രദ്ധയെ ഏകാഗ്രമാക്കി ഞാൻ ശാന്തിയുടെ ലോകത്തിലേക്ക്, ശാന്തി സാഗരനായ
ബാബയുടെ സമീപത്തേക്ക് ഒരു സെക്കൻഡ് കൊണ്ട് പറന്നുയരുകയാണ്. വെള്ളി മേഘങ്ങൾക്കിടയിലൂടെ ഒരു വെള്ളി നക്ഷത്രമായി മാറി ഞാൻ പറന്ന് സൂര്യ ചന്ദ്ര നക്ഷത്രങ്ങൾക്കും ഉപരിയായ തൂവെള്ള പ്രകാശനിർമ്മിതമായ സൂക്ഷ്മലോകവും കടന്ന് ഞാൻ പറന്നുയരുന്നു. ഇപ്പോൾ സൂര്യനും ചന്ദ്രനും കോടാനുകോടി നക്ഷത്രങ്ങളും എനിക്ക് താഴെയാണ്. ആകാശത്തിൽ അപ്പൂപ്പൻ താടി പോലെ ഞാൻ പറന്ന് എൻ്റെ സ്വന്തം ഭവനമായ ശാന്തിധാമിൽ ശാന്തി ബാബയ്ക്ക് സമീപം ഞാൻ എത്തിച്ചേർന്നിരിക്കുകയാണ്. എവിടെ നോക്കിയാലും സ്വർണ്ണ ചുവപ്പ് നിറം കലർന്ന ലോകം, എവിടെ നോക്കിയാലും നിശബ്ദത മാത്രം. ഞാൻ ശാന്ത സ്വരൂപ ആത്മാ, മുഴുവൻ സൈലൻസിൻ്റെയും മുഴുവൻ ശാന്തിയുടെ ലോകത്തിൻ്റെയും പൂർണ്ണ ലാഭം സ്വയം പ്രാപ്തമാക്കുകയാണ്. എന്തെന്നില്ലാത്ത ആത്മീയ അനുഭൂതി, അലൗകിക അനുഭൂതി, അതീന്ദ്രിയ അനുഭൂതി ഞാൻ അനുഭവിക്കുകയാണ്. ഞാൻ ശാന്ത സ്വരൂപ ആത്മാ, ശാന്തിയുടെ സാഗരനായ ബാബയുടെ കുട്ടി. ശാന്തി സാഗരനായ ബാബ ശാന്തിയുടെ ലോകത്തിലേക്ക് മുഴുവൻ തൻ്റെ ശാന്തി കിരണങ്ങൾ 1000 കൈകളായി മാറി ആ ശാന്തി കിരണങ്ങൾക്കുള്ളിലേക്ക് എന്നെ ആകർഷിക്കുകയാണ്. ബാബയിൽ നിന്നുമുള്ള ശാന്തി കിരണങ്ങളിൽ ഞാൻ ആറാടുകയാണ്. ശാന്തിയുടെ ശക്തി
ആത്മാവാകുന്ന ബാറ്ററിയിൽ ചാർജ് ചെയ്യപ്പെടുകയാണ്. ശാന്തി സാഗരനായ ബാബയിൽ നിന്നുമുള്ള ശാന്തി കിരണങ്ങളിൽ ലയിച്ചിരിക്കുന്ന ഞാൻ ശാന്തിയുടെ അനുഭൂതി സ്വയത്തിൽ അനുഭവിച്ചുകൊണ്ട് ശാന്തിയുടെ ശക്തി സ്വയത്തിൽ ചാർജ് ചെയ്ത് കമ്മിയുടെ ശക്തി
ശക്തിയാൽ സമ്പന്നമായിരിക്കുന്നു. ഞാൻ ശാന്തി സ്തംഭമാണ്. ഞാൻ ശാന്തിയുടെ ഭണ്ഡാരമാണ്. ഞാൻ ആത്മാവ് ശാന്തനാണ്. ബാബയിൽ നിന്നും പ്രാപ്തമാക്കിയ ശാന്തിയുടെ ശക്തി മുഴുവൻ പ്രപഞ്ചത്തിലേക്കും നൽകുന്നതിനു വേണ്ടി ഞാൻ ആത്മാ ശാന്തിയുടെ ലോകത്തിൽ നിന്നും ശാന്തി സാഗരനായ ബാബയുടെ സമീപത്ത് നിന്നും ഞാൻ യാത്ര തിരിക്കുകയാണ്. ഞാൻ പതുക്കെ വെള്ള പ്രകാശ നിർമ്മിതമായ ലോകത്തിലെത്തിച്ചേർന്നിരിക്കുന്നു. എവിടെ നോക്കിയാലും വെള്ള പ്രകാശം നിറഞ്ഞ ലോകം. ആ ലോകത്തിൽ ഓരോ ബ്രാഹ്മണ ആത്മാവിൻ്റെയും സമ്പന്ന സമ്പൂർണ്ണ മാലാഖ ശരീരം, ഫരിസ്ത ശരീരം, പ്രകാശ ശരീരം, ആ പ്രകാശ ശരീരത്തിൽ നെറ്റിത്തടത്തിൽ മിനാമിനിങ്ങിനെ പോലെ പ്രകാശിച്ചുകൊണ്ട് ഓരോ ആത്മാക്കളും സ്ഥിതി ചെയ്യുകയാണ്. ഞാൻ ആത്മാ എൻ്റെ പ്രകാശ ശരീരത്തിൽ പ്രവേശിച്ച് ഇരു പുരുകങ്ങൾക്കും മധ്യേ ഞാൻ സ്ഥിതി ചെയ്യുകയാണ്. എന്നിൽ നിന്നുമുള്ള ശാന്തിയുടെ തൂവെള്ള പ്രകാശ കിരണങ്ങൾ എൻ്റെ പ്രകാശ ശരീരത്തിലേക്ക് പ്രസരിച്ചു കൊണ്ടിരിക്കുകയാണ്. എൻ്റെ പ്രകാശ ശരീരം ഈ അലൗകിക ആത്മീയ ഊർജ പ്രകാശത്താൽ ഒന്നുകൂടി തിളക്കമുള്ളതായി തീരുകയാണ്. ഞാൻ സമ്പന്ന സമ്പൂർണ്ണ മാലാഖ ഫരിസ്ത. എൻ്റെ സമ്പന്ന സമ്പൂർണ്ണ സ്വരൂപം ഉപയോഗിച്ച് ഞാൻ ഫരിസ്തകളുടെ മുഴുവൻ രാജാവായ ബാബ്ദാദയുടെ സമീപത്തേക്ക് ബാബയിൽ നിന്നുമുള്ള അലൗകിക ആത്മീയ ഊർജ തരംഗങ്ങൾ ഒരു കാന്തത്തെ പോലെ എന്നെ ബാബയുടെ സമീപത്തേക്ക് ആകർഷിക്കുകയാണ്. ബാബ തൻ്റെ ദൃഷ്ടിയിലൂടെയും മസ്തകത്തിലൂടെയും
ഓരോ അംഗങ്ങളിലൂടെയും പ്രസരിച്ചുകൊണ്ടിരിക്കുന്ന ശക്തി എന്നെ ബാബയിലേക്ക് ഒരു കാന്തത്തെ പോലെ ആകർഷിക്കുന്നു. ഞാൻ ബാബയുടെ സമീപം എത്തിച്ചേർന്നിരിക്കുകയാണ്. ബാബ്ദാദ തൻ്റെ ഇരു കൈകളാലും എന്നെ ആലിംഗനം ചെയ്ത് ബാബയുടെ മുഴുവൻ ശക്തിയും എനിക്ക് നൽകുകയാണ്. ബാബ തൻ്റെ കൈ ഞാനാകുന്ന കൊച്ചു ഫരിസ്തയുടെ ശിരസിൽ വെച്ചുകൊണ്ട് എന്നെ അനുഗ്രഹിക്കുകയാണ്, ആശീർവദിക്കുകയാണ്, വരദാനം നൽകുകയാണ്. അമർ ഭവ, വിജയ് ഭവ, നിരോഗി ഭവ. ബാബയുടെ ഈ വരദാനങ്ങൾ ഞാൻ എൻ്റെ ശിരസിൽ ശേഖരിച്ചുകൊണ്ട് ഞാൻ ബാബയിൽ നിന്നും ദൃഷ്ടി സ്വീകരിച്ചു കൊണ്ടിരിക്കുകയാണ്.
ബാബയിൽ നിന്നും അനുഗ്രഹവും ആശീർവാദവും വരദാനവും സ്വയത്തിൽ നിറച്ചുകൊണ്ട് സമ്പന്ന സമ്പൂർണ്ണ ഫരിസ്ത ബാബ്ദാദയുടെ കൈപിടിച്ചുകൊണ്ട് മുഴുവൻ പ്രപഞ്ചത്തിൻ്റെയും സേവനം ചെയ്യുന്നതിനു വേണ്ടി സൂക്ഷ്മ പതനത്തിൽ നിന്നും സാകാര ലോകത്തിലേക്ക് പഞ്ചതത്വങ്ങൾ നിറഞ്ഞ ഈ ലോകത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഏറ്റവും മുൻപിലായി ആത്മീയ സൈന്യത്തെ നയിക്കുന്നതിനായി ബാബ്ദാദ പൂർവികരായ ദാദി ദീദിമാർ, ദാദാജിമാർ, മമ്മ എല്ലാവരും അണിനിരന്നിരിക്കുകയാണ്. അവർക്ക് പുറകിലായി നാം ഓരോ ഫരിസ്തകളും ആകാശത്തിന് മുകളിലൂടെ ചുറ്റി സഞ്ചരിക്കുകയാണ്. അതിമനോഹരമായ ദൃശ്യം ഭാവനയിൽ കാണൂ. ബാബയും മമ്മയും അഡ്വാൻസ് പാർട്ടിയിലുള്ള സർവ ആത്മാക്കളും അവർക്ക് പുറകിലായി നാം തരും. ആകാശത്തിൽ സ്ഥിതി ചെയ്തുകൊണ്ട് മുഴുവൻ ഭൂമിയിലേക്കും ശാന്തിയുടെയും സർവശക്തികളുടെയും ആത്മീയ അലൗകിക ഊർജ പ്രകാശ കിരണങ്ങൾ പ്രസരിപ്പിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഈ ആത്മീയ ഊർജ പ്രകാശ കിരണങ്ങൾ മുഴുവൻ അന്തരീക്ഷത്തിലേക്കും മുഴുവൻ ഭൂമിയിലേക്കും വ്യാപിച്ചു കൊണ്ടിരിക്കുന്നു. ദുഃഖിതരും അശാന്തരും രോഗികളും പ്രതീക്ഷ ഇല്ലാത്തവരുമായ അനേകം നമ്മുടെ സഹോദരീ സഹോദരന്മാർ പലതരത്തിലുള്ള മാനസിക പിരിമുറുക്കങ്ങളാൽ ദുഃഖമനുഭവിക്കുന്ന നമ്മുടെ സ്വന്തം സഹോദരീ സഹോദരന്മാർ, അവരിലേക്ക് ശാന്തിയുടെയും ഗുണങ്ങളുടെയും ആത്മീയ ശക്തി അലൗകിക പ്രകാശത്തിൻ്റെ രൂപത്തിൽ പ്രസരിപ്പിക്കുകയാണ്. ഈ പ്രകാശകിരണങ്ങൾ ഓരോ ആത്മാക്കളിലും തട്ടി പ്രതിഫലിക്കുകയാണ്,
പ്രതിധ്വനിക്കുകയാണ്. ഈ പ്രകാശകിരണങ്ങൾ ഏൽക്കുന്നതിലൂടെ അവരുടെ മനസ്സ് ശാന്തമാവുകയാണ്, ശുദ്ധമാവുകയാണ്, ശക്തിശാലിയായി മാറുകയാണ്. എന്തെന്നില്ലാത്ത അലൗകിക ആത്മീയ അനുഭവം ഓരോരുത്തരും അനുഭവിക്കുകയാണ്. അവരുടെ ദുഃഖം ദൂരെയാകുന്നു. മനസ്സിലെ സർവഭാരവും ഇല്ലാതാവുകയാണ്. രോഗങ്ങളാൽ കഷ്ടത അനുഭവിക്കുന്നവർ രോഗത്തിൽ നിന്നും റിക്കവറാവുകയാണ്. മുഴുവൻ ശാരീരികവും മാനസികവുമായിട്ടുള്ള പ്രശ്നങ്ങളിൽ നിന്നും മുക്തമായി ഓരോരുത്തരും യഥാശക്തി ഈ അലൗകിക ആത്മീയ ഊർജത്തിൻ്റെ അനുഭൂതി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓരോ ഫരിസ്തകളും അന്തരീക്ഷത്തിലൂടെ ചുറ്റി കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആകാശം മുഴുവൻ ഫരിസ്തകളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഈ അലൗകിക ആത്മീയ ഊർജ പ്രകാശ കിരണങ്ങൾ ഓരോ ആത്മാക്കളെയും ഭാവിയിലേക്ക് ആകർഷിക്കുകയാണ്. ബാബയുടെ സത്യമായ പരിചയം ഓരോരുത്തർക്കും ലഭിക്കുകയാണ്. ഓരോ മാനവനും തൻ്റെ സ്വഭാവ സംസ്കാരങ്ങളെ പരിവർത്തനപ്പെടുത്തി ദൈവിക ഗുണങ്ങളിലേക്ക് മടങ്ങി വരികയാണ്. ഡിവിനിറ്റി ഉള്ളവരായി മാറുകയാണ്. ഭാവനയിൽ കാണും. മനസ്സുകൊണ്ട് ഓരോരുത്തരെയും ബാബയുടെ ഭവനങ്ങളിലേക്ക് ആഹ്വാനം ചെയ്യും. ഈ ഭൂമി വീണ്ടും സുഖവും ശാന്തിയും സമാധാനവും നിറഞ്ഞ സത്യുഗി ലോകമായി, സ്വർഗമായി, പാരഡൈസായി പരിവർത്തനപ്പെടുകയാണ്. ഓം ശാന്തി ശാന്തി.
के मार्ग पर हम बुलाते तुम्हें हो। आओ आओ आज खुशबू है वातावरण में, है अलौकिक निमंत्रण पवन में। आज खुशबू है वातावरण में, है अलौकिक निमंत्रण पवन में। साथ कोमल की खिड़की को खोलो, भर लो आनंद अंतःकरण में। एक अनुभव नया हम कराते तुम्हें। आओ भाई बनो राजयोगी, योग के मार्ग पर हम बुलाते तुम्हें हो। आओ आओ दो घड़ी जग के बंधन को तोड़ो, ज्योति बिंदु से संबंध जोड़ो। दो घड़ी जग के बंधन को तोड़ो, ज्योति बिंदु से संबंध जोड़ो। आज बेला है मंगल मिलन की, झूठी माया के जंजाल छोड़ो। एक महाज्योति से हम मिलाते तुम्हें। आओ
स्वर्गीय दर्शन कराते तुम्हें। आओ भाई बनो राजयोगी, योग के मार्ग पर बुलाते तुम्हें हो। स्वस्तिर्भवतु सर्वेषां शान्तिर्भवतु सर्वेषां पूर्णं भवतु सर्वेषां मङ्गलं भवतु सर्वेषां स्वस्तिर्भवतु सर्वेषां शान्तिर्भवतु सर्वेषां पूर्णं भवतु सर्वेषां मङ्गलं भवतु सर्वेषां स्वस्तिर्भवतु सर्वेषां शान्तिर्भवतु सर्वेषां पूर्णं भवतु सर्वेषां मङ्गलं भवतु।
की